നമ്മുടെ ടീമിലെ ആദ്യത്തെ കല്യാണമല്ലേടി ഇത്? അതെ അതെ, കുട്ടനാട്ടിൽ നിന്ന് വന്ന് ഗുജറാത്തുകാരനെ കൈക്കലാക്കി. അവൾ ആള് കൊള്ളാല്ലേടി. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. ഏതായാലും അവൾ ലക്കി ആണല്ലേ. അവള് നാണം കണ്ടില്ലേ? Thanks for coming. Thank you. Hi, congrats. Oh, you look so cute, babe. തിരിക്കിടി. എനിക്കൊരു സംശയം തോന്നുന്നടി. സംശയമോ? എന്ത് സംശയം? പ്ലീസ് 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 ഡി, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങനെയാ ഇവിടെ വിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നേ? പ്ലീസ് ഡി, എനിക്കിപ്പോ ചോദിച്ചേ പറ്റൂ. It's very nice. It's very interesting, yeah. Excuse me. 1 minute. വേഗം പോ. Congrats. എന്താ നമ്മുടെ കോളേജിൽ ഞാൻ കഴിഞ്ഞ പിന്നെ നീയല്ലേ സുന്ദരി? ശരി ശരി, നമ്മൾ ഒരുപോലെ. ഹോസ്റ്റൽ റൂം നിറയെ രൺബീർ കപൂർ, ഷാഹിദ് കപൂർ, ജോൺ ഇബ്രഹാം ഇവരുടെയൊക്കെ ഫോട്ടോ ഒട്ടിച്ചതല്ലേ? ഇപ്പോ ഇയാളെ പോലെ ഒരാളെ എങ്ങനെയാടി നിനക്കിപ്പോ കല്യാണം കഴിക്കാൻ പറ്റുന്നത്? ഇങ്ങോട്ട് നോക്ക്, പ്രാക്ടിക്കലായിട്ട് ആലോചിക്കണം. 2 ലക്ഷമാ ശമ്പളം വാങ്ങിക്കുന്നത്, അതിനപ്പുറത്ത് എന്താ വേണ്ടേ? ഇങ്ങോട്ട് നോക്ക്, സൗന്ദര്യമുള്ളവൻ ഇത്രയധികം ജയിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവനാണെങ്കിൽ പലതും പിടിച്ചടക്കും. അങ്ങോട്ട് നോക്ക്, റിസപ്ഷനിൽ ഒറ്റയ്ക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാ. അതല്ല, ഒരാൾക്ക് സൗന്ദര്യമുണ്ട്, നല്ലതുപോലെ സമ്പാദിക്കുന്നവനുമാണെങ്കിൽ ഒരു നമസ്തേ പറഞ്ഞ് വേഗം അങ്ങ് കെട്ടിക്കോ. എന്താടാ ഇവിടെ ഇരിക്കുന്ന? ഞാനൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്താന്ന് പറ, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പോലീസുകാരനായ എന്നെ കൊണ്ട് കഴിയുന്നില്ല, പിന്നെയാ നിന്നെ കൊണ്ട്. പോലീസുകാരനും മിലിറ്ററിക്കാരനും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയാവോടാ? നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കാലെടുത്ത് ഇങ്ങനെ വെക്കണം, സ്റ്റാൻഡർഡൈസ് എന്ന് പറഞ്ഞാൽ കാലകത്തണം, വെടിവെക്കാൻ പറഞ്ഞാൽ കടകടാന്ന് വെടിവെക്കണം. എന്നാൽ പോലീസുകാരനായ ഞങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം. പോക്കറ്റടിക്കാരനെ പിടിക്കാൻ പോയാൽ പോക്കറ്റടിക്കാരനെ പോലെ നമ്മൾ വളരെയധികം ചിന്തിക്കണം. കൊലയാളിയെ പിടിക്കാൻ പോകുമ്പോ കൊലയാളിയെ പോലെ തന്നെ ചിന്തിക്കണം. ഇനി തീവ്രവാദിയെ പിടിക്കാൻ പോകുമ്പോഴോ തീവ്രവാദിയായിട്ട് തന്നെ മാറണം. അതിനെക്കുറിച്ചാണ് ഈ പോലീസുകാരനായ ഞാൻ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നീ പോയി പന്ത് കളിച്ച പൊക്കോ. നിന്റെ പ്രശ്നം എന്താന്ന് ആദ്യം ഒന്ന് പറ, എന്നെ കൊണ്ട് നടക്കുമെന്ന് നോക്കട്ടെ. പറഞ്ഞാ നീ എല്ലാം കേൾക്കുമല്ലോ. ആ തീവ്രവാദി അന്ന് രക്ഷപ്പെട്ടു പോയില്ലേ? അന്ന് രാത്രിയിൽ തന്നെ ഒരു പോലീസുകാരൻ സ്വന്തമായിട്ട് തോക്കുകൊണ്ട് വെടിവെച്ച് മരിച്ചു. അന്ന് ആ തീവ്രവാദി രക്ഷപ്പെട്ടു പോകുമ്പോൾ അയാളായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയില്. ആ 2 ഇൻസിഡന്റിനും എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഡൗട്ട്. എങ്കിലത് ആത്മഹത്യ അല്ല, കൊന്നതാ. അതെങ്ങനെ പറയാൻ പറ്റും? ഞാനല്ലേ കൊന്നത്. നീയോ? നീ എന്തിനാടാ കൊന്നെ? അവനെന്തിനാ തീവ്രവാദിയെ രക്ഷപ്പെടുത്തിയത്? തീവ്രവാദിയെ രക്ഷപ്പെടുത്തിയെന്നോ? നിനക്ക് എങ്ങനെ അറിയാവടാ? തീവ്രവാദി എന്നോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട തീവ്രവാദിയെ നീ എങ്ങനെ കണ്ടേ? അത് ഹോസ്പിറ്റലിൽ വെച്ച് നീ ഹോസ്പിറ്റലിൽ വെച്ച് നീ ഹോസ്പിറ്റലിൽ വെച്ച് ഹോസ്പിറ്റലിൽ എന്നതാ? എടാ പറയാൻ വന്നൊന്ന് പറയടാ. എന്താന്ന് പറയാൻ? എടാ ജഗമോനെ, ഈ സസ്പെൻസ് എനിക്ക് സഹിക്കാൻ മേലടാ. എന്താന്നൊന്ന് പറഞ്ഞിട്ട് പോടാ. 1 മിനിറ്റ് പ്ലീസ് ഡാ. പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ എന്താ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരുവാണോ? അല്ല, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ. ഈ ഐഡിയ എപ്പോഴാ തോന്നിയത്? ഇന്ന് രാവിലെ 8:40. 8:40 എന്താ പ്രത്യേകത? എന്റെ ഫ്രണ്ടിന്റെ റിസപ്ഷൻ. അവളായിരുന്നു കോളേജിലെ ഏറ്റവും വലിയ സുന്ദരി. അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു കോന്തനെ. എന്തിനാണെന്ന് അവളോട് ചോദിച്ചപ്പോ അവളാണ് ഓരോന്ന് പറഞ്ഞെന്റെ മനസ്സ് മാറ്റിയത്. മാത്രമല്ല ഫ്രണ്ട്സ് എല്ലാരും എൻകറേജ് ചെയ്തായിരുന്നു. എന്നാ തുടക്കം മുതലേ നമ്മള് മാച്ച് ആകുന്നില്ലല്ലോ. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, ഇപ്പൊ വേണമെന്ന് പറയുന്നു. വേണം എന്നല്ല ഞാൻ പറയുന്നത്. അതെ, ബട്ട് നമുക്കുള്ളിൽ ടേസ്റ്റ് ഒരുമിച്ച് വരണ്ടേ? ഇയാള് സ്മോക്ക് ചെയ്യാറുണ്ടോ? വലി അയ്യേ, പെണ്ണുങ്ങൾക്കൊക്കെ എങ്ങനെ സ്മോക്ക് ചെയ്യാൻ കഴിയും? ബോക്സിംഗിൽ അതൊന്നും അലൗഡ് അല്ല. കണ്ടില്ലേ,
എനിക്ക് സ്മോക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ കൂടുതൽ ഇഷ്ടം. സ്മോക്കിംഗ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഗേൾസ് പാർട്ടി, ന്യൂ ഇയർ അപ്പോഴൊക്കെ വലിച്ചിട്ടുണ്ട്. ഓക്കെ, മദ്യം വെള്ളം അടിക്കുമെന്ന് അടിക്കുമെന്ന്. റെഡ് വൈൻ ഗുഡ് ഫോർ ഹാർട്ട്, ഹെൽത്തി സ്കിൻ. ഒരു പ്രാവശ്യം വോഡ്കയും ട്രൈ ചെയ്തിട്ടുണ്ട്. കളഞ്ഞില്ലേ? എനിക്ക് വെള്ളം അടിക്കുന്ന പെണ്ണുങ്ങളെ തീരെ ഇഷ്ടമല്ല, അറിയാവോ? നിങ്ങൾ മനഃപൂർവ്വം ഓരോന്ന് മാറ്റി പറയുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ വെറുതെ മാറ്റി പറയുക. നിങ്ങളോടത്ത് കല്യാണം കൊണ്ടുവന്ന് നേരെ പ്ലീസ് 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 പ്ലീസ്. അയ്യോ, കരയല്ലേ കരയല്ലേ കരയല്ലേ, പ്ലീസ് പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്, പറയുന്നത് കേക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഒരു ചെറിയ പ്രശ്നം. വീണ്ടും പ്രശ്നമായോ? എന്താ അത്? വീട്ടില് വേറെ കല്യാണം ആലോചിച്ചപ്പോ നിങ്ങളോടുള്ള ദേഷ്യം കാരണം ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞു പോയി. ഇഷ്ടമെന്ന് പറഞ്ഞോ? അതിലൊന്നും വലിയ കാര്യമില്ല. നീ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓക്കെ അല്ല എന്ന് പറയുന്നത് എനിക്കതൊന്നും വലിയ കാര്യമല്ല. ആഹാ, നിങ്ങളോട് പറഞ്ഞ ഓക്കെ അല്ല, അവനോട് പറഞ്ഞ ഓക്കെ. അവനും മിലിറ്ററിക്കാരനാ. ഓ, അവനെ കൺവിൻസ് ചെയ്താ പിന്നെ എല്ലാ പ്രോബ്ലവും സോൾവ്. ഇപ്പൊ 12 മണിക്ക് കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനും വരാം. ഞാൻ നോക്കിക്കോളാന്നേ. അപ്പൊ പോവല്ലേ? എവിടെയാ? നിക്ക് നിക്ക്, ഞാൻ നോക്കട്ടെ. മിലിറ്ററി അല്ലേ, ഷാർപ്പ് ടൈമിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് പോവാം, നിങ്ങൾ പുറകെ വന്നു. അവിടെ നിൽക്കേ, ഞാൻ പോയി സംസാരിച്ചിട്ട് നീ പുറകെ വന്നാ മതി. ഇതൊക്കെ നമ്മളത്ര കണ്ടതാ. എക്സ്ക്യൂസ് മീ. Yes. IC 58464 Captain Jagdish reporting, sir. Battalion Cadet Abd Salute. Sorry. ഏയ് ജഗ, നീ എന്താടാ ഇവിടെ? എന്തൊക്കെയുണ്ട്? I am fine, sir. നീ ഒച്ചത്തിൽ സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു പരേഡ് ഗ്രൗണ്ട് ആയിരിക്കുമെന്ന്. ഓക്കെ, കമോൺ, വാ. No, sir. No, sir. ഒന്നുമില്ല, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇന്നെന്നെ കാണാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. Sir. അതുകൊണ്ടാ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ചെറിയ ചമ്മല്. Can I get something for you, sir? No. വേണ്ട. ഐ വിൽ സിറ്റ് ഹിയർ. ഹലോ. നമസ്കാരം. എന്തു പറ? ഹലോ. ഹായ്. ഇരിക്കൂ. നിനക്കും എന്നെ ഒരുപാട് ഇഷ്ടമായെന്ന് നിന്റെ അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഓ സോറി നിഷ, മീറ്റ് മിസ്റ്റർ ജഗദീഷ്. വി ആർ ദ സെയിം ബറ്റാലിയൻ. പക്ഷെ എന്നെക്കാൾ വളരെ ജൂനിയറാ. ഇടയ്ക്കിടയ്ക്ക് തെറ്റ് ചെയ്ത് പണിഷ്മെന്റ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ ഇയാൾക്ക് നല്ല പേടിയാ. ജഗദീഷ്, ഇത് നിഷ. ഹലോ മാഡം. മാഡം, നിഷ എന്താ കഴിക്കുന്നേ? വേണ്ട, നത്തിങ്. ഓ ഗ്രേറ്റ്. ജഗദീഷ്, നിനക്ക്? നോ സർ. ഓ വാവ്. നിഷ, ഇന്ന് ഈവനിങ് ഞാൻ ഹോട്ടലിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. എ സ്മോൾ പാർട്ടി. യു മസ്റ്റ് കം ഹിയർ. ജഗദീഷ്, നീയും വരാൻ മറക്കണ്ട. യെസ് സർ. നൗ 12:30. നമ്മൾ കാണാന്ന് പറഞ്ഞത് 12 o'clock. ഐ എം സോ പഞ്ച്വൽ ബിക്കോസ് ഐ എം എ മിലിറ്ററി മാൻ. ഓഫ് കോഴ്സ്. സോ ഈവനിങ് കാണാം. ഷാൽ ഐ മേക്ക് എ മൂവ്? ബൈ. ഓക്കെ ജഗദീഷ്. യെസ് സർ. IC 584. ഈവൻ എന്ത് ഫോട്ടോ? ഈവനിങ് കാണാം സർ. ഓക്കെ, ബൈഡാ. ബൈ. സീ യുടാ.
എന്റെ അമ്മേ. ഇതിനു വേണ്ടിയാണ് നീ സംസാരിക്കാൻ വന്നേ? അതല്ല മേഡം, അത് എന്തായാലും അദ്ദേഹം കല്യാണം കഴിക്കാൻ വന്ന പെണ്ണല്ലേ നിങ്ങള്? അയാൾ പോയി കഴിഞ്ഞ മേഡം എന്ന് വിളിക്കുന്നോ? നമ്മൾ ഓൾറെഡി ലവിലല്ലേ? അത് നമ്മുടെ ലവ് ബ്രേക്കപ്പ് ചെയ്യാം. 1 മണിക്കൂർ പോലും സ്നേഹിച്ചില്ല, അതിനു മുന്നേ ബ്രേക്കപ്പ്. ഇത് കേൾക്കും മേഡം, അദ്ദേഹം എന്നെക്കാളും എല്ലാ രീതിയിലും ബെറ്ററാ. 400 മീറ്റർ ഓടാൻ എനിക്ക് 52 സെക്കൻഡ്സ് ആകും. അദ്ദേഹം 48 സെക്കൻഡ്സിൽ ഓടും. ഹൈ ജമ്പിൽ ഞാൻ 6 ഫീറ്റ് 1 ഇഞ്ച്, അദ്ദേഹമാണെങ്കിലോ 6 ഫീറ്റ് 4 ഇഞ്ച്. ലോങ് ജമ്പിൽ ഞാൻ 7 മീറ്ററാ, എന്നാൽ അദ്ദേഹം 7.4. വെയിറ്റ് ലിഫ്റ്റിലാണെങ്കിൽ ഇവിടെ എന്താ മിലിറ്ററിക്ക് ആളെടുക്കുവാണോ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഇല്ല, അതല്ല. ഫസ്റ്റ് എന്നെ ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടമാണെന്ന്. അദ്ദേഹത്തിന് ഇപ്പൊ ഇഷ്ടമല്ല, നാളെ ഇഷ്ടപ്പെടാമല്ലോ. അതുപോലൊന്നും അല്ല ഇത്. അത് മാത്രമല്ല, എനിക്ക് എളുപ്പം പെണ്ണ് കിട്ടും. പക്ഷെ അദ്ദേഹം പാപം ഒരുപാട് വയസ്സായില്ലേ, ആര് പെണ്ണ് കൊടുക്കാനാ? അതുകൊണ്ട് എന്നെയാണോ കിട്ടിയത്? ബെല്ലടിക്കുന്നു. ഇയാളുടെ ഫോൺ അത്. ഓ സോറി. എടാ, ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ തീവ്രവാദി എവിടെയാടാ കണ്ട്? നിനക്ക് സസ്പെൻസ് ഇഷ്ടമല്ല, എനിക്ക് സസ്പെൻസ് ഓപ്പൺ ചെയ്യുന്നതും ഇഷ്ടമല്ല. നാളെ 2 പേർക്കും ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. എടാ